ഹേ ഗായ്സ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്നല്ലേ, ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്, 8:05 രാവിലെ. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കണം പുറത്ത് പോയിട്ട്, എന്നിട്ട് ലുലുവിൽ പോയിട്ട് മൂവി കാണണം. അത് ഏത് മൂവിയാണെന്നുള്ളത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. മാത്രമല്ല ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അമ്മച്ചി കുറേ വർഷം എന്താ പറയുക, അപ്പച്ചൻ മരിച്ചിട്ടൊരു 30 വർഷത്തോളം കഴിഞ്ഞു. അപ്പം കുറേ നാൾക്ക് ശേഷം അമ്മച്ചി ആ തിയേറ്റർ മൂവി കാണാൻ പോവാണ്. അതെങ്ങനെ കൺവിൻസ് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ മൃഗങ്ങളുടെ സ്പിരിറ്റ്, ഓക്കെ വട്ടെവർ എന്തായിക്കോട്ടെ. അപ്പം അമ്മച്ചി ആദ്യമായിട്ട് മൂവിക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ എന്താണെന്നുള്ളത് വഴി കാണിക്കാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എവിടെ പോവാ? ലുലു മാളിൽ. എന്തിനു പോവാ? പിക്ചർ കാണാൻ. എത്ര വർഷത്തിന് ശേഷം? 32 വർഷത്തിന് ശേഷം. ഇന്നടയ്ക്ക് പോയി. ഇപ്പൊ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാലിയായിട്ടുള്ള വാഷ്റൂം കാണുവാണ്. എവിടെയും പോകണ്ടേ, വരണ്ടേ? ഇത് സിനിമ ഹാളിൻ്റെ ഇതാണ്. രാവിലെ 10 മണിയുടെ ഷോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അതിൻ്റെ ഷോട്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. അതിന് ഞങ്ങൾ തിയേറ്ററിൽ പോയി. അവിടെ ഇപ്പോൾ എല്ലാം സെറ്റായിരുന്നു. പരസ്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ആട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താ റിവ്യൂ? പക്ഷെ മലയാളം കൂടെ തമിഴിൽ മാത്രമേ നാഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സിനിമ കണ്ട് ഇറങ്ങി. ഇപ്പോൾ പഠിപ്പിച്ചത് എന്താ? അത് നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പാരഗണിൽ പോവും. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി അങ്ങനെ മൂവി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായ കേശവദാസപുരത്തുള്ള പാരഗണിലായിരുന്നു കേട്ടോ. അവിടുത്തെ ഫുഡ് അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ പാരഗൺ അറിയാമല്ലോ, അത്യാവശ്യം ഫേമസ് ആണല്ലോ. അപ്പോൾ ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ബാക്കി പ്ലാൻ ചെയ്ത സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു പോയിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് കേക്ക് ഓർഡർ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു. സർപ്രൈസ് ആയിരുന്നു കഴിഞ്ഞപ്പോൾ ലൈക്ക് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് അവർ ആ ഒരു എന്താ പറയുക, ഈവൻ ഞാനും ത്രിൽഡായിരുന്നു എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ആകാംക്ഷയിലായിരുന്നു. അങ്ങനെ അതേന്ന് ചേച്ചി ഇതേ സന്തോഷത്തോടെ കേക്ക് കണ്ടിട്ട് ആളത്ര എക്സ്പ്രസീവ് ആയിരുന്നില്ല, ബട്ട് ദെൻ ഷി വാസ് ഹാപ്പി. അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമേ ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൻ മുരിങ്ങയ്ക്ക സൂപ്പായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു സാധനമാണ്. പിന്നെ ഈ മീറ്റ് സൂപ്പൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്തത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് നമ്മുടെ ബർത്ത്ഡേകൾ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അങ്ങനെ കേക്കുമായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത് കൈവച്ചത് ഞാൻ പിന്നെ കേട്ടോ ഈ സൂപ്പ് കുടിച്ചത്. സൂപ്പ് അത്യാവശ്യം നല്ലതായിരുന്നു. ഞങ്ങൾ പിന്നെ 2-3 ദിവസമായിട്ട് ഈ സെയിം സാധനം തന്നെ കുടിക്കുമ്പോൾ റിവ്യൂ പറയാൻ എന്താ ഉള്ളതല്ലേ, നല്ല സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാടൻ ഗ്രിൽ ചിക്കൻ്റെ ഒരു ഗ്രിൽ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ അവരുടെ മാസ്റ്റർ പീസായിട്ടുള്ള ബിരിയാണി. ഞാൻ മാത്രമായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി മേടിച്ച്, ബാക്കി എല്ലാവരും മട്ടൻ ബിരിയാണിയും പിന്നെ മമ്മിയൊക്കെ ഗീ റൈസ് ആയിരുന്നു. ബിരിയാണി ആസ് ഓൾവേസ് അടിപൊളിയായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട്. മീറ്റ് ആണെങ്കിലും ലൈക്ക് ചിക്കനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ വയ്ക്കും. ഇത് അവർ പ്രൊമോട്ട് ചെയ്ത് വിടുന്നില്ല, പക്ഷെ നല്ല സാധനമാണല്ലോ, അപ്പോൾ നമ്മൾ നല്ലത് തന്നെ പറയണമല്ലോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയായിരുന്നു നമ്മൾ. പിന്നെ രാവിലെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് മുഖത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ തലേ ദിവസം പോയി ഇളനീർ പുഡിങ് കഴിച്ചപ്പോഴത്തേക്കും പച്ച കളറിൽ അവക്കാഡോ പുഡിങ് അവിടെ ബോർഡിൽ കണ്ടപ്പോഴത്തേക്ക് ഇവനൊന്ന് കഴിച്ചു നോക്കണം എന്ന് തോന്നി. മുഖത്തെ എക്സ്പ്രഷൻ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം നല്ലതായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അവക്കാഡോ അതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു കുറുക്കിൻ്റെ ടേസ്റ്റ് പോലെയൊക്കെയാണ് തോന്നിയത്. അത് ഞാൻ കഴിച്ചിട്ടില്ലാത്തതിൻ്റെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി. അത്യാവശ്യം ക്ഷീണമുള്ളതുകൊണ്ട് നല്ല ഉറക്കമൊക്കെ ആയിരുന്നു കേട്ടോ.